Good morning, Malayalis. എൻ്റെ പേര് TR ഡേവിഡ് എന്നാണ്. ഞാൻ ഒരു കേരളത്തിൽ ജനിച്ച വ്യക്തിയാണ്. ഞാൻ കേരളത്തിൽ നിന്ന് 17 വയസ്സിൽ ബോംബെയിൽ നിന്ന് ഡൽഹിക്കും പോയി. അതിനുശേഷം ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമായിരുന്നു കഴിഞ്ഞ ഒരു 60 കൊല്ലം. ഞാൻ 2010 ഇന്ത്യക്ക് വരുന്നത് ഒരു 2-3 മാസത്തേക്ക് വേണ്ടി. വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു ചീറ്റിംഗ് കേസിൽ പെട്ടുപോയി. ഒരു എൻ്റെ പ്രോപ്പർട്ടി ഒരു കാക്ക മേടിക്കാമെന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് പൈസ തരില്ല, കുറച്ച് പൈസ തന്നു, ബാക്കി തരില്ല. അത് കാരണം കൊണ്ട് ഞാൻ അതിൽ സ്റ്റക്കായിപ്പോയി ഇന്ത്യയിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് 8 ഡിഫറെൻ്റ് ലോയേഴ്സ് ഉണ്ടായിരുന്നു ആ കേസ് ഹാൻഡിൽ ചെയ്യാൻ. 8 വൺ ആഫ്റ്റർ ദി അതർ. നമുക്ക് ഈ കേസിന് പൈസ കൊടുക്കാന്നല്ലാതെ കണ്ട് റിസൾട്ടൊന്നുമില്ല. അവർക്കറിയാം, ഒരു ഫോറിൻ ക്ലയൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ യു ബിക്കം എ മിൽച്ച് കൗ, യു ബിക്കം എ വിക്ടിം ഓഫ് ദ ലോയേഴ്സ്. Those who are familiar with dealing with lawyers, you know what it is. I don't want to attack anybody. There are a lot of lawyers with integrity and reputation, but when you lived abroad 50-60 years, you don't know anybody. So I became a victim to lawyers to begin with. അവസാനം ഞാൻ തന്നെ എൻ്റെ കേസ് ഹൈക്കോടതിയിൽ വാദിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് പോയി. അപ്പോൾ ഇവിടുന്ന് ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഇവിടുന്ന് ഡ്രൈവ് ചെയ്യാൻ ഒരു 6 മണിക്കൂറൊക്കെ പിടിക്കും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, അവിടെ എറണാകുളത്ത് പോയിട്ട് വല്ല ഹോട്ടലിൽ താമസിക്കും, അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ താമസിക്കും. ആ സമയത്താണ് ഞാൻ എൻ്റെ വൈഫിന് 3 അനുജത്തിമാരാണ്. ഒരു അനുജത്തിയുടെ വീട്ടിൽ താമസിക്കാനിടയായി. അപ്പോൾ അവരുടെ വീട്ടിൽ, ഒരാളുടെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുകയായിരുന്നു. ബിക്കോസ് എൻ്റെ കേസ് മൺഡേ ആണ്. ഞങ്ങൾ വെള്ളിയാഴ്ച പോയി അവിടെ. അപ്പോൾ അവർ പറഞ്ഞു, ഈ എൻ്റെ സിസ്റ്ററിന് അനദർ സിസ്റ്ററുണ്ട്, അവർ കുറേ ദുർഘടം പിടിച്ച ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്, മലയുടെ മുകളിൽ. കാരണം എനിക്ക് നടക്കാൻ പ്രശ്നമാണ്, കാർ അങ്ങോട്ട് കയറില്ല. എനിക്കോ ഞങ്ങൾ പകുതി വരെ കാറിൽ പോയിട്ട് കുറേ നടന്നു. അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അവരുടെ ഹസ്ബൻഡ് ഒരു കേസിൽ പെട്ടതല്ല, അയാൾ ഒരു വിക്ടമായി. അയാൾ ജയിലിൽ കിടക്കുകയാണ് കഴിഞ്ഞ 8 കൊല്ലമായിട്ട്. അത് കേട്ടപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവത്തെ പറ്റി അറിയുന്നത്. ഫെബ്രുവരി 23, 2017 എനിക്ക് ഓർമ്മ. അവരോട് ഞാൻ ചോദിച്ചു, വല്ല ഡോക്യുമെൻ്റ് ഉണ്ടോ ഇതിനെ പറ്റി എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഒരു ബണ്ടിൽ ഓഫ് പേപ്പർ കൊണ്ടുവന്നു. ഞാനത് വായിക്കട്ടെ എന്ന് പറഞ്ഞു. വായിച്ച് നോക്കിയപ്പോൾ ഈ കേസിൽ ഭയങ്കര സീരിയസ് ലീഗൽ പ്രോബ്ലമാണ്. സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം. ഈ അവരുടെ ഹസ്ബൻഡ്, ആ സ്ഥലത്തിൻ്റെ പേരെന്താണ്, മരങ്ങാട്ടുപള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് അവർ. അവിടെ ഒരു ചെറിയ കുരിശുപള്ളി പണിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ കാത്തലിക്സൊക്കെ കൂടി ഒരു ചെറിയ ആദ്യത്തെ ഫൗണ്ടേഷൻ വെച്ചു. അവർ ദേ ആർ ട്രൈങ് ടു ഗെറ്റ് സം മണി ടു ബിൽഡ് ദ ചർച്ച്. ആ ചർച്ച് വേറൊരു പള്ളിയുടെ സാറ്റലൈറ്റ് ചർച്ചാണ്. മെയിൻ പള്ളിയുടെ പേരെന്താ? മെയിൻ പള്ളി മരങ്ങാട്ടുപള്ളി, മറ്റേത് കുണുക്കമ്പാറ. കുണുക്കമ്പാറ, ഐ ആം സോറി, മരങ്ങാട്ടുപള്ളിയാണ് മെയിൻ ചർച്ച്. കുണുക്കൻപാറ എന്ന സ്ഥലത്താണ് ഈ പുതിയ പള്ളി പണിയാൻ പോകുന്നത്, വിച്ച് ഈസ് ഒരു 3 മൈൽ അകലെയാണ്. അപ്പോൾ ഇവര് ഈ പള്ളി പണിയാൻ പറഞ്ഞ പൈസയില്ല. അപ്പോൾ ഇവര് പല സംഗതികളും, ആൾക്കാർ ഡൊണേഷൻ കൊടുക്കും, അത് ചെയ്യും, ഇത് ചെയ്യും. ചിലർ മരം കൊടുക്കും, ചിലർ കോഴിയെ കൊടുക്കും. അങ്ങനെ അവർ പൈസ ഫണ്ട് റേസ് ചെയ്യാം. അപ്പോൾ ഇവരോട് പറഞ്ഞു, അവിടെ ഒരു ചെറിയ ഒരു റബ്ബർ എസ്റ്റേറ്റിൽ, ഐ ഡോണ്ട് സേ റബ്ബർ എസ്റ്റേറ്റ്, ബട്ട് ഇറ്റ്സ് എ പ്ലേസ് വെർ ദേ ഹാവ് റബ്ബർ. അവിടെ അതിൻ്റെ ഓണർക്ക് ഒരു മരമുണ്ട്. ആ മരത്തിൻ്റെ പേര് അഞ്ജലി ട്രീ എന്ന് പറയും.
ആഞ്ഞലി ട്രീ എന്ന് പറഞ്ഞൊരു ട്രീ ഉണ്ട്. അതിൻ്റെ ഉടമസ്ഥൻ എറണാകുളത്തുള്ള ഒരു കുട്ടി സാർ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ ഈ പള്ളിയുടെ അച്ഛൻ്റെ പേര് ഫാദർ ഫ്രാൻസിസ് പാറപ്ലാക്കിൽ എന്ന് പറഞ്ഞ അച്ഛൻ അവിടുത്തെ വികാറാണ്. അപ്പോൾ അച്ഛൻ ഈ കുട്ടി സാർ എന്ന് പറഞ്ഞ എറണാകുളത്തുള്ള ആളെ കണ്ടാക്ട് ചെയ്തു ഫോണിൽ. അപ്പോൾ ഇതിൻ്റെ ഓണർ പറഞ്ഞു, കുട്ടി സാർ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞു, അച്ഛാ നിങ്ങൾക്ക് ഞാൻ അവിടെ ഇവരുടെ റബ്ബർ സ്റ്റേറ്റിൽ ഒരു മരമുണ്ട്, അതിൻ്റെ മുകളിൽ ഞാൻ കുരിശ് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ മരം എടുക്കാം എന്ന് പറഞ്ഞു. അച്ഛൻ ആൾക്കാരോട് പറഞ്ഞു, അവിടെ പള്ളിയിലുള്ള വളണ്ടിയേഴ്സിനോടൊക്കെ കൂടി നിങ്ങൾക്ക് പോയിട്ട് ഞായറാഴ്ച പോയിട്ട് അല്ലെങ്കിൽ അടുത്ത ദിവസം പോയിട്ട് ആ മരം മുറിക്കാം എന്ന് പറഞ്ഞ് അച്ഛൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് 5-8 ആൾക്കാർ കൂടി ഈ മരം മുറിക്കാൻ പോയത്. വലിയ മരമാണ്. അപ്പോൾ അവർക്കത് ഞായറാഴ്ച കാലത്ത് പോയി മുറിച്ചാൽ 4 മണിക്ക് കുർബാനയ്ക്ക് വരാം. അങ്ങനെ ഈ മരം മുറിക്കാൻ പോയതിലുള്ള ഒരാളാണ് മിസ്റ്റർ സുനു ഫ്രാൻസിസ് എന്ന് പറയുന്ന ദി അക്യൂസ്ഡ് ഓർ ദി ഡിഫൻഡന്റ് ഇൻ ദിസ് കേസ്, ഹു ഈസ് സ്പെൻഡിങ് 8 years so far in jail. Okay, you have to hear this. It's an interesting story. Every Malayali should know this. So this guy is he has 3 small children and a wife, young small children. He went there as a volunteer to do a charitable work for the church. To build a church, they need trees, to cut wood and do whatever. So 8 people went there, according to his testimony, which was all taken by the sessions judge and the high court judge, and they went through the whole process. So what happened was, when they went there to this property that belongs to Kutisar, there was another person. His name is what is his name? Another stop. Agustin. Okay. Continue here. ഒരു അഗസ്റ്റിൻ അപ്പച്ചൻ എന്ന് പറഞ്ഞ ആള് ഒരു വലിയ വാക്കത്തിയും കൊണ്ട് ആ സ്ഥലത്തേക്ക് വരികയാണ്. അപ്പോൾ അഗസ്റ്റിൻ അപ്പച്ചനോട് പറഞ്ഞത് അയാളുടെ മകനായിരുന്നു. മകൻ എന്ന് പറഞ്ഞ ഒരു 18 വയസ്സുള്ള സുനീഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ, നമ്മുടെ പറമ്പിൽ പള്ളിക്കാർ വന്ന് മരം മുട്ടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പ്രോപ്പർട്ടി ബിലോങ്സ് ടു സംബഡി എൽസ്, കുട്ടിസാർ. ഇവരുടെ കണ്ടൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരാണ് കുറേ കാലങ്ങളായിട്ട് അവിടെ ഈ റബ്ബർ ടാപ്പ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർക്ക് അതിൽ ഒരു റൈറ്റ് ഉണ്ടെന്നാണ് ഇവരുടെ കണ്ടൻഷൻ. ഈ അപ്പച്ചനെയാണ് വെട്ടിക്കൊല്ലുന്നത്. അപ്പോൾ അപ്പച്ചൻ വന്ന് ഈ വലിയ വാക്കത്തെയും കൊണ്ടുവരികയാണ്. ആ വാക്കത്തിൽ വന്നു കഴിഞ്ഞ് അപ്പച്ചൻ അക്കോർഡിംഗ് ടു ഇവരുടെ പറയുന്ന സ്റ്റോറി, എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ അമേരിക്കയിലുള്ള ആളാണ്, എനിക്കതിനെപ്പറ്റി യാതൊന്നും അറിയില്ല, ഞാനൊരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രമാണ് ഇതിൽ ഇൻവോൾവ് ആയത്. കാരണം എന്ന് പറഞ്ഞാൽ നിരപരാധികളെ ശിക്ഷിക്കുന്നതിൽ സങ്കടമുണ്ട്. ഇയാളൊരു സോഷ്യൽ വർക്കിന് പോയതാണ്. ഈ സുനു ഫ്രാൻസിസ് എന്ന് പറയുന്ന ആൾ, നിങ്ങൾ കാണും പുള്ളിയുടെ ഫോട്ടോ. അങ്ങനെ ഈ പയ്യനും അവൻ്റെ അപ്പനാണ് ഈ അഗസ്റ്റിൻ അപ്പച്ചൻ എന്ന് പറയുന്ന ആൾ. ഇവർ രണ്ടാളും കൂടി ഈ മരം മുറിക്കുന്നിടത്തേക്ക് വരികയാണ്. വന്നു കഴിഞ്ഞ് അവൻ പല ബിസിനസ്സും പറയുന്നവൻ തെറി പറഞ്ഞു, SOB എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അവൻ വാൾ വീശി ഈ കൊണ്ടുവന്ന ഈ വാക്കത്തി ഈസ് എ പവർഫുൾ വെപ്പൺ, അതുകൊണ്ട് തട്ടുകൊണ്ട് ആരും ചാവും. അത് വീശിയപ്പോൾ ഈ നമ്മുടെ
സുനു ഫ്രാൻസിസ്, അയാളാണ് ഈ മരം മുറിച്ചേർന്നത് കടക്കിൽ. അയാൾ ഈ വാളിന് തട്ടി, ഇയാളുടെ ഈ വാക്കത്തി തട്ടിയപ്പോൾ ഈ വാക്കത്തി വീണ് ഇയാളുടെ നെറ്റിമ അടിച്ചു. ഇയാൾ ചത്തുപോയി ഓൺ ദ സ്പോട്ടിൽ. കഴുത്തിന്, നെറ്റിക്കല്ല, അയാളുടെ കഴുത്തിന്. അതാണ് സ്റ്റോറി. അത് സംഭവം കഴിഞ്ഞപ്പോൾ ഈ സുനു ഫ്രാൻസിസിൻ്റെ ടെസ്റ്റ് മണി വെച്ച് നിങ്ങളൊക്കെ കാണാൻ പോവുകയാണ്. അയാൾ പറയുന്ന ഇയാളുടെ കയ്യിലൊരു തോർത്തുമുണ്ടുണ്ടായിരുന്നു. ആ തോർത്തുമുണ്ട് ഇയാളുടെ കഴുത്തിന് നെറ്റിക്ക് കെട്ടാൻ വേണ്ടി ട്രൈ ചെയ്തു. ബ്ലീഡ് ചെയ്തിട്ടില്ല എന്നയാൾ പറഞ്ഞു. പക്ഷെ കെട്ടാൻ നോക്കി. അപ്പോഴേക്കും പയ്യൻ കയറി പറഞ്ഞിട്ട് അപ്പനെ തൊട്ടുപോലെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചു. അത് കഴിഞ്ഞ് ഇതാണ് അവരുടെ സ്റ്റോറി. കഴിഞ്ഞതിന് ശേഷം അവിടെ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ SI വന്നു, സ്റ്റേഷൻ ഹൗസിലെ സബ് ഇൻസ്പെക്ടർ. പുള്ളി എടുത്ത് ഈ പയ്യനെ കൊണ്ട് പോയി. വിത്തിൻ കപ്പിൾ ഓഫ് അവേഴ്സ് ഫ്രം ദ date, I mean from the time of the death of his father, this സുനീഷിൻ്റെ ഫാദർ അപ്പച്ചൻ. അവൻ SIയോട് പറഞ്ഞു ഇവർക്ക് പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന്. ഈ പൂർവ്വ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ ലോയറെ ദാറ്റ് ഷോസ് ദർ ഇസ് എ മോട്ടീവ് ഫോർ ദ മർഡർ. സോ ഈ പയ്യനോട് പഠിപ്പിച്ചതാണാവോ സ്വന്തമായി പറഞ്ഞതാണാവോ അവൻ പൂർവ്വ വൈരാഗ്യം എന്ന് പറഞ്ഞു. ആ പറഞ്ഞ സെയിം തിങ്ങാണ് SI എഴുതിയത്. അടുത്ത ദിവസം CI പോയി ഇൻവെസ്റ്റിഗേഷന് പോയി കണ്ടിന്യൂ ചെയ്തു. അതിലും എഴുതി പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന്. അത് കഴിഞ്ഞ് ഇത് സെഷൻസ് കോർട്ടിൽ പോയി. കോട്ടയത്തായിരുന്നു ട്രയൽ. ആദ്യം മജിസ്ട്രേറ്റിൻ്റെ അടുത്തായിരുന്നു. മജിസ്ട്രേറ്റ് അത് സെഷൻസ് ജഡ്ജിനെ അയച്ചു. സെഷൻ ജഡ്ജിന് അഡീഷണൽ സ്പെഷ്യൽ ജഡ്ജിനാണ് അയച്ചത്. കേസ് നമ്പർ 76/2006. ദി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് പാറ കേസ് ട്രൈ ചെയ്തത് കോർട്ട് ഓഫ് ദി അഡീഷണൽ സെഷൻസ് ജഡ്ജി കോട്ടയം, പ്രസൻറ്റ് ശ്രീ S. വിജയകുമാർ BSc LLB. അതാണ് ജഡ്ജിൻ്റെ പേര്. അപ്പോൾ എന്താ ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യൻ പറഞ്ഞത് ഇവരെല്ലാവരും ക്യാരി ഫോർവേഡ് ചെയ്തു. ഇവന് പൂർവ്വ വൈരാഗ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും വെരിഫൈ ചെയ്തില്ല. കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഇവരൊരു ലോയറെ പിടിച്ചു. ഐ ഡോണ്ട് വാണ്ട് ടു നെയിം ഹിം, ബട്ട് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് പീപ്പിൾ യു ഷുഡ് നോ. അവരൊരു ഒരു സെക്കൻഡ് ഹോൾഡ് ഇറ്റ്. പുള്ളി ഒരു സിറിയാക് മാഡിഗൻ എന്ന് പറഞ്ഞ ഒരു ലോയറെ കോട്ടയത്ത് നിന്ന് പിടിച്ചു. പുള്ളിയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഹി വാസ് ലെറ്റ് ഓൺ ബെയിൽ. അത് കഴിഞ്ഞ് കേസ് ട്രയലിന് വരുന്നത് 16th January 2009-ലാണ്. അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ എനിക്കിപ്പോഴൊക്കെ അത് അറിയുന്നത്. ഞാൻ ചെറുപ്പത്തിൽ നാട് വിട്ടുകാരുണ്ട്, എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ കേസ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പോയി പ്രോസിക്യൂട്ടർക്ക് പൈസ കൊടുക്കും. അപ്പോൾ അവർ ആ സംഗതികളൊക്കെ ട്വിസ്റ്റ് ചെയ്യും. പിന്നെ വക്കീലിനും പൈസ കൊടുക്കണം. വക്കീലിന് പൈസ കൊടുത്തില്ലേ വക്കീൽ പൂവറായിട്ടുള്ള സംഗതിയാണ് ചെയ്യുക. ഈ വക്കീലിനെ സെക്ഷൻ 302 എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ലോയിൽ ഇസ് എ മർഡർ. 300 IPC 302 മർഡറിനാണ് ഇയാളെ ചാർജ് ചെയ്തിട്ടുള്ളത് ഈ നമ്മുടെ സുനു ഫ്രാൻസിസിന്. അത് കഴിഞ്ഞ് പിന്നെ നടന്നിട്ടുള്ളത് മുഴുവനും അഭ്യാസങ്ങളാണ്. ഈ പയ്യൻ്റെ ടെസ്റ്റ് മണി ഈ പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ക്യാരി ഫോർവേഡ് ചെയ്തു ഓൾ ത്രൂ ഔട്ട്, റൈറ്റ് അപ്പ് ദ ഇന്ത്യൻ സുപ്രീം കോർട്ട്. അങ്ങനെ 19-20 സാക്ഷികളെ കോർട്ടിൽ കൊണ്ടുവന്നു വിസ്തരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ വക്കീൽ പറഞ്ഞു കൊടുത്തുള്ള ഇവരോടൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് ഇന്നത് പറയണമെന്ന്. അതിന് പറയാം കോച്ചിങ് ദ വിറ്റ്നസ് എന്ന് പറയും, ട്യൂട്ടറിങ് ദ വിറ്റ്നസ് വാട്ട് ടു ടെൽ. It's a big crime in America. You can't coach. You can't tell what to tell the witnesses to testify.
ഇവിടെ ഇവരോടൊക്കെ പറഞ്ഞു ഞങ്ങൾ കണ്ടില്ല, ഞാൻ അങ്ങോട്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് വെള്ളം കുടിക്കാൻ പോയി, അങ്ങനെ പല സ്റ്റോറികളും പറഞ്ഞു പഠിപ്പിച്ചു. ഈ അക്യൂസ്ഡ്, നൗ ദ ഡിഫൻഡന്റ്, സുനു ഫ്രാൻസിസിനോട് പറഞ്ഞു പഠിപ്പിച്ചു എന്താണ് പറയേണ്ടതെന്ന്. ഈ സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഈ മനുഷ്യന് ഒരു ദിവസവും ജയിലിൽ കിടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അല്ല, അറ്റ് ദ മോസ്റ്റ് അയാളെ സെക്ഷൻ 304A എന്ന് പറയും. അതാണ് ക്രിമിനൽ ലോ, നോട്ട് 302. ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യും. സെക്ഷൻ 304A പറയുന്ന, ഇന്ത്യൻ പെനൽ കോഡിൽ പറയുന്ന കോസിംഗ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്. അത് പറയുന്നത് whoever causes the death of any person by doing any rash or negligent act not amounting to culpable homicide shall be punished with imprisonment of either description for a term which may extend to 2 years or with fine or with both. ഇതാണ് ഇന്ത്യൻ പെനൽ കോഡിൽ എഴുതിയിട്ടുള്ളത്. എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ സുനു ഫ്രാൻസിസ് ഈ പ്രോസിക്യൂട്ടിംഗ് അറ്റോർണിക്ക് സ്റ്റേറ്റ് പ്രോസിക്യൂഷന് കൈക്കൂലിയൊന്നും കൊടുത്തില്ല. ഇവരോട് പറഞ്ഞു തന്നെ വെറുതെ വിടും, ഈ ഒന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ മതിയെന്ന് മിസ്റ്റർ മാഡിഗൻ, സിറിയാക് മാഡിഗൻ പുള്ളികൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാളൊന്നും സത്യം പറഞ്ഞില്ല, ഈ വിറ്റ്നസും സത്യം പറഞ്ഞില്ല, ഈ അക്യൂസ്ഡ് സുനു ഫ്രാൻസിസും പറഞ്ഞില്ല. ഇവർക്ക് പറയുന്നതെല്ലാം കളവാണെന്ന് ജഡ്ജിന് മനസ്സിലായി. ഈ ലോയറുടെ ഒരു ഇൻകോമ്പിറ്റൻസി കൊണ്ട് ഈ ഡിസീസ്ഡ് അപ്പച്ചൻ കൊണ്ടുവന്ന കത്തി, ഈ വലിയ കത്തി എന്തിനാണെന്ന് ആരും ചോദിച്ചില്ല. നിങ്ങളൊരു സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങളുടെ പ്രോപ്പർട്ടി എടുത്ത് പറഞ്ഞാൽ വലിയ കത്തി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പോലീസിനെ വിളിക്കാം, അല്ലെങ്കിൽ പോലീസിനോട് പറയാൻ എൻ്റെ മരം മുറിക്കുന്നു എന്ന്. ഇവർ തമ്മിലുണ്ടായ സംസാരത്തിൽ ഈ മറ്റവൻ വന്ന് ഈ വാക്കത്തി വീശി വലിയത്, ആ വാക്കത്തിയെ പറ്റി നിങ്ങൾ കാണും അതിൻ്റെ ഫോട്ടോ ഒക്കെ. അത് റെസിസ്റ്റ് ചെയ്തപ്പോഴാണ് സുനു ഫ്രാൻസിസ് ആ വാക്കത്തി തട്ടിയപ്പോഴാണ് ആ വാക്കത്തി വീഴുകയും ഈ അപ്പച്ചൻ്റെ കഴുത്തിന് മുറിവ് പറ്റി അത് മരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും സത്യമായി പറയുകയും ഈ സംഗതി കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ സുനുവിനെ ഒന്നുപോലെ വെറുതെ വിടുമായിരുന്നു ഫോർ എ സെൽഫ് ഡിഫെൻസ്. ആരെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്ന് നമ്മൾ മറ്റൊരാളെ ഗണ്ണെടുത്ത് വെടിവെച്ചാലും അത് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്നതാണ്. അത് ക്രിമിനൽ ലോയിൽ കുറ്റമല്ല. പക്ഷേ ഇവര് ഈ മരിച്ചുപോയ അപ്പച്ചൻ എന്തിന് ഈ വാളും കൊണ്ടുപോയി ഈ വാക്കത്തിയും കൊണ്ടുവന്നു എന്ന് ആരും ക്വസ്റ്റ്യൻ ചെയ്തില്ല. ഈ പയ്യനും പറഞ്ഞില്ല. ഈ മരിച്ചുപോയ ആളുടെ 18 വയസ്സായ സുനീഷ് എന്ന് പറഞ്ഞ ആളും ഇതിനെപ്പറ്റി പറഞ്ഞില്ല. ഡ്യൂറിങ് ദ ട്രയൽ ഈ സംഗതി കൊണ്ടുവന്നില്ല. നിങ്ങളൊരു വലിയ വാക്കത്തെയും കൊണ്ട് ചെല്ലുന്നത് അവൻ ഉമ്മ വയ്ക്കാനല്ല, അവന് പള്ളിക്ക് വേണ്ടി മരം മുറിക്കാനല്ല. മനസ്സിലായി? ഈ മരിച്ചുപോയ അപ്പച്ചന് ഈ 8 സെന്റ് പ്രോപ്പർട്ടിയിലാണ് ഈ മരം നിന്നിരുന്നത്. അയാൾക്ക് ലീഗലായിട്ട് യാതൊരു നിയമപരമായ യാതൊരു റൈറ്റുമില്ല. He was in adverse possession of the property belongs to somebody else. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻ്റ് കൊണ്ടുവന്നിട്ട് നോക്കിയപ്പോഴൊന്നും ഇവർക്കൊന്നും രക്ഷപ്പെടാൻ മാർഗമില്ല. ആർക്ക്? ഈ ഇവിടെ നടന്നിട്ടുള്ളത് കംപ്ലീറ്റ് പ്രോസിക്യൂട്ടോറിയൽ മിസ്കോണ്ടക്ട്. വൺ, incompetency on the part of the lawyer defending Sunu Francis. അങ്ങനെ ഈ ജഡ്ജ് ഇയാളെ ശിക്ഷിക്കുകയാണ് അണ്ടർ സെക്ഷൻ 302 ഓഫ് ദി ഇന്ത്യൻ ക്രിമിനൽ കോഡ്. ആ ശിക്ഷ ജീവപര്യന്തം ശിക്ഷ എന്ന് പറഞ്ഞാൽ അയാൾ മരിക്കുന്നത് വരെ അയാൾ ജയിലിൽ കിടക്കണം. ഓക്കെ, അതാണ് ശിക്ഷ. ആരുടെ കുറ്റമാണ്?
incompetency of the lawyer. Now, പല ഫാക്ടേഴ്സും ഇതിൽ കൊണ്ടുവരേണ്ടതായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഈ മരിച്ചുപോയ അപ്പച്ചൻ പല കേസിലും സിവിലിലും ക്രിമിനലിലും ഇൻവോൾവ് ആണ്. പല കേസുകളിലും, ഒന്ന് രണ്ട്. ഈ കേസുകളൊക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത് ഈ സെയിം ലോയറാണ്, ഈ സിറിയാക് മാഡിഗൻ എന്ന് പറയുന്ന ആൾ. അയാൾക്ക് ഈ ഡിസീസിനെയും ഈ ഡിഫൻഡിനെയും ലീഗലി he can't represent. Husband cannot be represented by the wife's lawyer. Same apply, same logical analogy works here. ഇത് ഇയാൾ പറഞ്ഞില്ല ഈ അപ്പച്ചൻ്റെ കേസുകൾ ഈ സെയിം ലോയർ ഹാൻഡിൽ ചെയ്തെന്നുള്ളത്. അത് വയലേഷൻ ഓഫ് ദ കാനൻസ് ഓഫ് എത്തിക്സ് എന്ന് പറയും. എനിഹൗ, due to his sole incompetency, not bringing the relevant evidences, this poor guy, Sunu Francis, who went to do a social work for the church, was convicted. ഈ മനുഷ്യൻ 8 കൊല്ലമായി ജയിലിൽ കിടക്കുകയാണെന്ന് ഞാൻ അറിയുന്നത് ഫെബ്രുവരി 23 2017. ഇയാളുടെ ബ്രീഫ് ഞാൻ കുറേ കിട്ടി, കുറേ ഞാൻ ഹൈക്കോർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു സ്പെഷ്യലായിട്ട്. അത് ഐ ഗോട്ട് ഇറ്റ് നെക്സ്റ്റ് ഡേ. പിന്നെ ഞാൻ ഓൺലൈനിൽ റിസർച്ച് ഉണ്ട്, അത് ആ എഞ്ചിന് പോയിട്ട് ഞാൻ മേടിച്ചു എൻ്റെ കോപ്പികൾ. സോ ഐ ഡിഡ് എ ലോട്ട് ഓഫ് റിസർച്ച് ടു ഹെൽപ്പ് സംബഡി, എ മലയാളി ഹു ഈസ് indirectly or directly related to my wife. Okay, I didn't know. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പള്ളിയിൽ പോയി അവിടെ പലരെയും കണ്ടു. എനിക്കിതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. ഞാൻ ജസ്റ്റ് പ്ലെയിൻ ഞാൻ 16 വയസ്സിൽ കേരളം വിട്ട ആളാണ്. എനിക്കിതിനെപ്പറ്റി വാക്കത്തി എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്തൊന്നും വാക്കത്തി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ വരുന്നല്ലാണ്ട് നമുക്ക് വാക്കത്തിയെ പറ്റി അറിയില്ല. അങ്ങനെ ഞാൻ ഈ പള്ളിയിൽ പോയി അവരോട് 1-2 ആൾക്കാരോട് സംസാരിച്ചു. അപ്പോൾ എനിക്ക് ഇൻഫർമേഷൻ കിട്ടി, അച്ഛൻ ഈ വികാരിയായിരുന്ന അച്ഛൻ റിട്ടയർ ചെയ്തു. അച്ഛന് 76 വയസ്സായി. ഞാൻ അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്തു ആദ്യമായിട്ട്. അച്ഛൻ ബോയ്സ് ടൗൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടാണ് ഈ കുട്ടി സാറിനെ വിളിച്ചതെന്നും അച്ഛനാണ് ഇവരോട് മരം വെട്ടിക്കോളാൻ പോയി പറഞ്ഞത്. അതിൻ്റെ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് കാണും. അത് കൂടാതെ കണ്ട് ഈ നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോയിൽ ഞാൻ എല്ലാ പാർട്ടികളെയും അന്ന് ഉണ്ടായിരുന്ന എല്ലാ വിറ്റ്നസിനെയും ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു എനിക്കറിയുന്ന വിധത്തിൽ. ബിക്കോസ് എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ്. ഒരു ഇന്നസെൻ്റ് പേഴ്സണെ മരണം വരെ ജയിലിലിടുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് incredible. I can't believe it. That's a story here. So ഞാൻ അടുത്ത ദിവസം തന്നെ പ്രിസണിൽ പോയി. ഈ പുള്ളി കാട്ടാക്കടയാണോ കാട്ടാക്കട എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അയാളെ ഞാൻ പ്രിസണിൽ ഇൻ്റർവ്യൂ ചെയ്തു. അവരുടെ പ്രിസൺ ഓഫീസേഴ്സ് വിൽ സ്റ്റേ വിത്ത് മീ. സോ ഐ കാൻ ടോക്ക് ടു ഹിം ഫ്രീലി. ബട്ട് ഞങ്ങൾ ചെറിയ നോട്ടൊക്കെ എടുത്തു. ഞാനും എൻ്റെ അസിസ്റ്റൻ്റ് ആനന്ദ് എസ് നായർ, ഞങ്ങൾ 2 കൂടിയാണ് പോയത്. So he started taking down the notes, and then they have to take a copy of it which we give to the prison people. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രണ്ടാമതും പോയി ഇയാളെ കാണാൻ വേണ്ടി അഡീഷണൽ ക്വസ്റ്റ്യൻ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവിടെ എന്തോ ഈ പ്രിസണേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് അങ്ങോട്ട് നടക്കുകയാണ്. ഈ പ്രിസൺ ഓഫീസിലൊക്കെ വന്നിട്ട്. സോ ഐ കുഡ് സ്പെൻഡ് മച്ച് ടൈം. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ പള്ളിയിൽ പോയിട്ട് എല്ലാ വിറ്റ്നസിനെയും ക്വസ്റ്റ്യൻ ചെയ്തു, ഇൻ്റർവ്യൂ ചെയ്തു. ഇതാണ് മാതാ ജോയ് എന്ന് പറഞ്ഞ്. ഇതാണ് ഫസ്റ്റ് എൻ്റെ കണ്ടാക്ട് അവിടെ. പുള്ളിയായിരുന്നു പള്ളിയിലെ കപ്പിയായി അന്നത്തെ. സോ പുള്ളിയെ മാത്രമല്ല, ഞാൻ എല്ലാവരെയും ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന്, എന്തൊക്കെയാണ് ഈ വിറ്റ്നസിനോട്
ലോയർ പറഞ്ഞിട്ടുള്ളത് എന്ത് കള്ളത്തരം പറഞ്ഞാലാണ് ഇവനെ രക്ഷപ്പെടുത്താമെന്ന്. ലോയറുടെ ഇൻകോമ്പറ്റൻസിയാണ് മെയിൻലി. രണ്ടാമത് വന്നിട്ടുള്ളത് പ്രോസിക്യൂട്ടോറിയൽ മിസ്കോണ്ടക്റ്റാണ്. ബിക്കോസ് ഒരു വിറ്റ്നസ് പറയാണ് ഈ മരിച്ചുപോയ അപ്പച്ചന് പല പ്രീവിയസ് കേസിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അയാളെ നെറ്റിക്ക് ഒരു കത്തി കൊണ്ട് കുത്ത് ഇയാളെന്തോ ചെയ്തിട്ട് ആൾക്കാർ അറ്റാക്ക് ചെയ്തു. അത് പറയാൻ വന്നപ്പോൾ ജഡ്ജും പറഞ്ഞു, പ്രോസിക്യൂട്ടറും പറഞ്ഞു, സ്റ്റോപ്പ് ഇറ്റ് ദേർ. They don't want the testimony of the persons. See, if they had given the right testimony, what they knew, this guy would not have stayed in the prison even for 1 day. That's my belief. I am not an expert. ഞാൻ 3 കൊല്ലം LLBക്ക് പഠിച്ചാണ് ഡൽഹിയിൽ. ഞാനൊരു ചീഫ് ജസ്റ്റിസ്, റിട്ടയർഡ് ചീഫ് ജസ്റ്റിസിൻ്റെ വീട്ടിൽ കുറച്ച് നാൾ ഞാൻ ലോ സ്കൂളിൽ പഠിക്കുമ്പോൾ ജോലി ചെയ്തിട്ടുണ്ട്. പുള്ളി അസിസ്റ്റൻ്റായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നു. അത് കഴിഞ്ഞ് അമേരിക്കയിൽ ഈ AT&T എന്ന് പറഞ്ഞൊരു വലിയ കമ്പനിയിൽ അവിടുത്തെ ലീഗൽ അനലിസ്റ്റായിരുന്നു. ഞാൻ പല കേസിലും ന്യൂയോർക്കിലുള്ള ഇപ്പോൾ പല ക്രിമിനൽ കേസിലും, ഒന്നൊരു മർഡർ കേസാണ്. ഒരു അങ്കമാലിയിലുള്ള ഒരു അപ്പച്ചൻ മരുമകനെ വെട്ടിക്കൊന്ന കേസ്, പിന്നെ ഒരു അറ്റംപ്റ്റഡ് റേപ്പ് കേസ്, പിന്നെ ഇമിഗ്രേഷൻ, ഡിപ്പോർട്ടേഷൻ, ഫാമിലി, പല കേസിലും ഞാൻ ഇൻ്റർപ്രിറ്ററായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ലീഗൽ സിസ്റ്റത്തെ പറ്റി അറിയാം ഒരു വിധം, although I am not practicing. But I felt there was a total miscarriage of justice for this guy, Sunu. അങ്ങനെ ഞാൻ സുനുവിനെ 20-ാം തീയതി മാർച്ച് 20-ന് പ്രിസണിൽ നിന്ന് 3 ആഴ്ചയ്ക്കാന്ന് തോന്നുന്നുണ്ട് റിലീസ് ചെയ്യും. വാട്ട് ഈസ് കോൾഡ് എന്താന്ന് പറഞ്ഞാൽ പരോളായിട്ട് 3 ആഴ്ചയ്ക്ക് റിലീസ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ പുള്ളിയെ കൊണ്ടുവന്നു, ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. അത് നിങ്ങൾ കാണും ആ ഇൻ്റർവ്യൂവിൽ പുള്ളി പറയുന്നത് എന്താണെന്നുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ലോയറെ ഞാൻ പരിചയപ്പെട്ടാണ്. പുള്ളി ക്രിമിനൽ ലോയറും ക്രിമിനൽ പ്രോസിക്യൂട്ടറും ആയിരുന്നു. പുള്ളിയെ കാണാൻ പോയി. അപ്പോൾ എൻ്റെ വിശ്വാസം ഒരു സെക്ഷൻ 386 ഓഫ് ദി ക്രിമിനൽ ലോയിൽ ഞങ്ങൾക്കൊരു ഡി നോവോ ഹിയറിങ്ങിന് വയ്ക്കാമായിരുന്നു എൻ്റെ വിശ്വാസം. അപ്പോൾ ആ സെക്ഷൻ നോക്കുമ്പോൾ അതിൽ പറയുന്നത് 386B of the power of the court to retrial പറയുന്നത് that only applies to accused, not defendant. There's a difference between accused and the defendant. So Sunu Francis is not an accused anymore, he is a defendant. So under section 386B of the court to order a retrial or what is called a de novo determination can't be done. That's what the lawyer tells me, who is a practicing attorney. Then I thought, then he suggested there are some ways where they can appeal to the Supreme Court, and there are also possibilities for seeking clemency. അതിനാണെങ്കിലും ഒരുപാട് പൈസയുടെ ചെലവുണ്ട്. ഈ മനുഷ്യൻ പ്രിസണിൽ കിട്ടുന്ന 200 രൂപയാണ് ഒരു ദിവസത്തെ അവരുടെ കൂലി. Pursuant to the prison rules, they can only get paid 200 rupees. So when I went there, I saw a lot of prisoners with this 302 charges, and they were convicted, a lot of them. My role was at the time limited to helping this guy. Now if I were to undertake this task, helping everybody, it will be very time consuming, and I don't have anybody, although I am 77 and I don't have the not only the financial but the physical ability. By the grace of God, I have still good memory. So my purpose, ladies and gentlemen, Malayalis, fellow Malayalis, is to see this guy gets justice. The only people who can give him pardon is the state
chief minister who can talk to his council of ministers, and then they can ask the governor to give him reprieve. I don't want to see a man, a young fellow like Sunu Francis with the small kids wanting to see their father. Okay? This is a family man who never intended to kill anybody. When you get involved into a situation to protect yourself, you have to defend. If I were in his position, if I had a gun, I will take the gun and shoot the guy. So that defense was never brought up by his counsel, nor his appellate lawyer. I understand there was a Supreme Court brief. So when that brief goes to the Supreme Court of India, whatever things allegedly done and what is on record, that's the thing the Supreme Court justices or judges will look into, whether the trial court has made errors. Okay? So I am putting this particular video for the benefit of all the Malayalis. I'm going to put it on the Facebook so everybody can understand this case. You can ask your state representatives, and including the Chief Minister of Kerala, Honorable Pinarayi Vijayan, to let him loose. He is not a menace to the community. He is a God-fearing family man with 3 small children. Okay? Now, if you have any questions, you can call me. I have a number. If you are abroad, you can call me from America free, toll free, which is 631-841-6222. If you are in Kerala, India, anywhere, you can reach me on, I got several numbers, 6 numbers. One is 9656 058 330. We will have it displayed. I have got another number, 960 55 37264. I got a 0471 292 2409. There are so many numbers I have. So what I want you folks is to get together, talk to your local legislators, the legislative members, and to the members of the parliament. Talk to them. There is a problem with the law. The section 386B has to be amended to include not the word accused, they should also add the defendant. There is a difference between accused and defendant. Accused എന്ന് പറഞ്ഞാൽ കുറ്റം ചുമത്തിയിട്ടുള്ള ആളെ ശിക്ഷിച്ചിട്ടില്ല, കുറ്റം. ഈ accused എന്ന് പറഞ്ഞാൽ ആ കുറ്റം ചുമത്തിയിട്ടുള്ള ആളാണ്. ഒരാളെ റേപ്പ് കേസിൽ കൊണ്ടുവന്നാൽ അയാൾ ഓൺലി accused ആണ്. ഒരാളെ മർഡറിന് കൊണ്ടുവന്നാൽ അയാൾ accused ആണ്. അയാളെ ശിക്ഷിച്ച് കഴിയുമ്പോഴാണ് അയാൾ ഡിഫൻഡന്റ് ആവുന്നത്. Then only he goes to either jail or he is let loose. So ഈ ലോയ്ക്കുള്ള പ്രശ്നം, ഈ ക്രിമിനൽ ലോയ്ക്കുള്ളത് 386B only applies to rare and exceptional cases, and the court's power to grant is limited to only accused, not to the defendants. So legally speaking, there is no way this guy can get back into the court system. All the doors are sealed. He has no way to escape. So the only avenue open to this man, this unfortunate Francis, who is a farmer, is get the support of the Kerala government.
because it is the prosecutor who crucified him without bringing the relevant witnesses, without bringing or allowing the witnesses to testify what they knew. It is the lawyer, his own lawyer, who screwed him up. He should have told them, tell the truth. We will take the defense, self-defense. Okay? They never even attempted to present the weapon brought in by the deceased. So, what I request you, ladies and gentlemen, wherever you are, call your Senate, your state members of parliament or legislative assembly, bring it to their attention, the manifest injustice this guy, Sunu Francis, is suffering, so that they can let loose without any preconditions for the time he already served. Thank you, ladies and gentlemen.